Good evening all. Clock to Electronics in the section like എല്ലാവർക്കും സ്വാഗതം. കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിലേക്ക് അതായത് PWD ഇലക്ട്രോണിക്സ് വിങ്ങിലേക്ക് 15/3/2006 കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 100 ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസ് ഉൾപ്പെടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇത് ഫസ്റ്റ് പാർട്ടാണ്. 10 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫുൾ സൊല്യൂഷൻ ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേരള PSC നമുക്ക് പോളി ലെക്ചർ ഇലക്ട്രോണിക്സിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇതിനകത്തുണ്ട്. സോ അത് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഇതിൻ്റെ PDF ആവശ്യമുള്ളത് മാത്രമല്ല സബ് എഞ്ചിനീയർ KSEB സബ് എഞ്ചിനീയർ അതുപോലെ ക്യാംകോ AI അത് മുതലായ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ളവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. സോ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സ്ലൈഡ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കളർ ബാൻഡ്സ് ഓഫ് എ കാർബൺ റെസിസ്റ്റർ ആർ ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, സിൽവർ. ടോളറൻസ് വാല്യൂ ഓഫ് ദിസ് റെസിസ്റ്റർ ഇൻ ഓം ഈസ്. സോ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. A 2800, B 5600, C 650, D 570. സോ കളർ കോഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊരു കോഡ് കുഞ്ഞിലേ മുതൽ പഠിക്കുന്നുണ്ട്. BB റോയ് അറ്റ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാവ് എ വെരി ഗുഡ് വൈഫ്. സോ ബ്ലാക്ക് ഡിജിറ്റ് 0, അതായത് മൾട്ടിപ്ലയർ ടോളറൻസ്. സോ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് നന്നായിട്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ ഈ ഒരു ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കളർ കോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഗോൾഡ് 0.1 മൾട്ടിപ്ലയർ എത്രയാണെന്നും അതിൻ്റെ ടോളറൻസ് വാല്യൂ സിൽവർ തന്നിട്ടുണ്ട്. ടോളറൻസ് വാല്യൂ ±10% ആണെന്നുള്ളതും ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? കളർ ബാൻഡ്സ് തന്നിട്ടുണ്ട്. കാർബൺ റെസിസ്റ്ററിൻ്റെത് ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, സിൽവർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ഡിജിറ്റിനെയാണ് ഫസ്റ്റ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കളർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് ഡിജിറ്റിനെ. അതുപോലെ തേർഡ് കളറ് മൾട്ടിപ്ലയറിനെയും ഫോർത്ത് കളറ് ടോളറൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫസ്റ്റ് കളർ എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ്. അതായത് ഫസ്റ്റ് കളർ ഇവിടെ തന്നിരിക്കുന്നത് ഗ്രീനാണ്. ഗ്രീനിൻ്റെ വാല്യൂ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 5 ആണെന്നുള്ളത്. സോ 5. അതുപോലെ തന്നെ ബ്ലൂവിൻ്റെത് 6 ആണ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ബ്ലൂവിൻ്റെ വാല്യൂ 6 ആണ്. സോ നെക്സ്റ്റ് ഓറഞ്ച് 10⁻3, അതായത് ഓറഞ്ചിൻ്റെ വാല്യൂ എന്താണ്? മൾട്ടിപ്ലയർ ആണ്. സോ ഓറഞ്ച് 10⁻3 ആണ്. നെക്സ്റ്റ് വരുന്നത് സിൽവറിൻ്റെ വാല്യൂ ±10%, അതായത് ടോളറൻസ് വാല്യൂ വരുന്നത് 10%. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടോളറൻസ് വാല്യൂ ഓഫ് ദിസ് റെസിസ്റ്റർ ഇൻ ഓംസ് ആണ്. അപ്പോൾ ടോളറൻസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സോ വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ, റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്താണോ ഇൻറ്റു വാല്യൂ ഓഫ് ദ ടോളറൻസ് ബാൻഡ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോളറൻസ് കിട്ടും. സോ 56, അതായത് 5, 6 ഇൻറ്റു 10⁻3. 10⁻3 എന്താണ്? അതിൻ്റെ തേർഡ് കളർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മൾട്ടിപ്ലയറിനെ. സോ 56 ഇൻറ്റു 10⁻3 ഇൻറ്റു ടോളറൻസ് എന്ന് പറയുന്നത് 10% ആണ്, കാരണം സിൽവർ ആണ്. സോ 10/100. സോ 5600 ആയിരിക്കും. ±5600 ആയിരിക്കും ആൻസർ. സോ ടോളറൻസ് വാല്യൂ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 56 ഇൻറ്റു 10⁻3 ±10% എന്ന് കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് ഇവിടെ ടോളറൻസ് വാല്യൂ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് 5600 ആയിരിക്കും അതിൻ്റെ ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mica capacitors are available in the range of 1 to 10 picofarad, 1 to 10,000 picofarad, 10 to 100 microfarad, 0.1 to 1 നാനോഫാരഡ്. ഇതാണ് റേഞ്ചസ് കൊടുത്തിട്ടുള്ളത്. സോ മൈക്ക കപ്പാസിറ്റേഴ്സ് എന്താണ്? മൈക്ക ഷീറ്റ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ടിൻ ഷീറ്റ്സിൻ്റെ ഇടയ്ക്ക്, അതായത് ടിന്നിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഫോയിൽസിൻ്റെ ഇടയ്ക്ക് മൈക്ക കപ്പാസിറ്റർ, മൈക്ക ഷീറ്റ്സ് ഡയലക്ട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ മൈക്ക കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. മൈക്ക കപ്പാസിറ്റേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്മോൾ കപ്പാസിറ്റൻസ് വാല്യൂസ്, ഹൈ വോൾട്ടേജ് റേറ്റിംഗ്, ലോ ലോസ് ഫാക്ടർ, ഹൈ സ്റ്റെബിലിറ്റി. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്മാൾ കപ്പാസിറ്റൻസ് വാല്യൂസ് ആണ്. സോ മൈക്ക കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് 1 to 10,000 picofarad ആണ്. സോ അത് ബൈ ഹാർട്ട് ചെയ്യുക. മൈക്ക കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് 1 to 10,000 picofarads ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a voltage source is connected to a load, its terminal voltage falls due to. So options തന്നിട്ടുണ്ട്. high source impedance, low source impedance, low source voltage, so high load resistance. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ എന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ്? ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ തിയററ്റിക്കലായിട്ട്, അതായത്
A voltage source is a device that generate an exact output voltage. അതായത് നമ്മുടെ റേറ്റിംഗ് എത്രയാണോ തന്നിരിക്കുന്നത് അത് തന്നെ കിട്ടണം ഔട്ട്പുട്ടിൽ. പക്ഷേ ആക്ച്വൽ കേസിൽ അത് നടക്കില്ല. സോ അവിടെ ലോസസ് ഉണ്ടാവും. ഇൻ റിയാലിറ്റി ദ ടെർമിനൽ വോൾട്ടേജ് മെഷേർഡ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ലോഡ് വിൽ ബി ലെസ് ദാൻ ഇറ്റ്സ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അതായത് ഓപ്പൺ സർക്യൂട്ടിൽ നമ്മൾ ടെർമിനൽ വോൾട്ടേജിന് അക്രോസ് ആയിട്ട് കണ്ടെത്തുന്ന വോൾട്ടേജ് ലോഡഡ് ആയിരിക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. കാരണം എന്താണ്? ദ റീസൺ ഫോർ ദിസ് ഈസ് ദ വോൾട്ടേജ് സോഴ്സ് ഈസ് നോട്ട് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഐഡിയൽ അല്ല. സോ അവിടെ ലോസസ് ഉണ്ടാവും. ബിക്കോസ് ആസ് വെൽ ആസ് ദ ഡ്രൈവിംഗ് കറണ്ട് ത്രൂ ദി ലോഡ് ദ വോൾട്ടേജ് സോഴ്സ് മസ്റ്റ് ഓൾസോ ഡ്രൈവ് കറണ്ട് ത്രൂ ഇറ്റ്സ് ഓൺ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതായത് ഇന്റേണൽ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് സഫർ ചെയ്യും. അതായത് വോൾട്ടേജ് ഡ്രോപ്പ് ഇന്റേണൽ റെസിസ്റ്റൻസ് കൊണ്ടും ഉണ്ടാവാം. സോ പവർ ഡിസിപ്പേറ്റ് ചെയ്യും. ഹീറ്റിന്റെ ഫോമിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യും. സോ ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത് ഹൈ സോഴ്സ് ഇമ്പിഡൻസ്. ഹൈ സോഴ്സ് ഇമ്പിഡൻസ് കൂടുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കൂടുകയും വോൾട്ടേജ് സോഴ്സ് ടെർമിനൽ വോൾട്ടേജ് ഫോൾ ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. സോ ഹൈ സോഴ്സ് ഇമ്പിഡൻസ് ആണ് ആ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് a voltage source consists of 2 volt in series with 0.5 ohm current source equivalent circuit it consists of. So this voltage source transformation ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 ampere in parallel with 0.5 ohm, 1 ampere in parallel with 1 ohm, 4 ampere in parallel with 0.5 ohm, 4 ampere in parallel with 1 ohm. ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ കാണാം ഒരു 2 വോൾട്ട് സീരീസ് ആയിട്ട് 0.5 ആംസോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് കറണ്ടിന് പാരലായിട്ടായിരിക്കും ഓംസ് വരിക. സോ അതറിയാമല്ലോ, കറണ്ട് സോഴ്സ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസും കറണ്ട് സോഴ്സ് ആകുമ്പോൾ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ഷണ്ട്, ഒരു റെസിസ്റ്റൻസ് ഷണ്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് നമുക്ക് കിട്ടുക. സോ ഓംസിലെ അനുസരിച്ച് V = I × R ആണ്. സോ I എന്ന് പറയുന്നത് നമുക്ക് 2 വോൾട്ടും തന്നിട്ടുണ്ട്, 0.5 ആംപ്സും തന്നിട്ടുണ്ട്. സോ കറണ്ട് കറസ്പോണ്ടിങ് ടു വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് 4 ആംപിയർ ആണ്. സോ നെക്സ്റ്റ് 4 ആംപിയർ ഇൻ ഷണ്ട് വിത്ത്, അതായത് പാരലായിട്ട് 0.5 ഓമിന് പാരലായിട്ട് ഉണ്ടാവും. സോ ഓപ്ഷൻ എന്താണ്? 4 ആംപിയർ ഇൻ പാരലൽ വിത്ത് 0.5 ഓം വിൽ ബി ദ ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, typical conductance of pure germanium in Siemens per meter at room temperature is. So options A 1.5 into 10 raised to minus 10, B 1.5 into 10 raised to minus 5, C 1.5, D 1.5 into 10 raised to 5. So എന്താണ് conductance? Electrical conductivity or specific conductance is the reciprocal of ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി അതായത് കറണ്ടിനെ ക്യാരി നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ആ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ടിപ്പിക്കൽ കണ്ടക്ടൻസ് എന്നൊക്കെ ഉള്ള ടൈം കൊണ്ട് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ SI യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സീമൻസ് പെർ മീറ്റർ. നമുക്ക് അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ സീമൻസ് പെർ മീറ്റർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. സോ ഇതിൻ്റെ വാല്യൂസ് 1.5 ആണ്. അതായത് ടിപ്പിക്കൽ കണ്ടക്ടൻസ് ഓഫ് പ്യുവർ ജർമേനിയം എന്ന് പറയുന്നത് 1.5 സീമൻസ് പെർ മീറ്റർ ആണ്. സോ അത് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കമ്പയർഡ് ടു ജർമേനിയം സിലിക്കൺ ഡിവൈസസ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ ഇറ്റ് ഹാസ്. എന്തുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചറിലും അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലും സിലിക്കൺ ഡിവൈസ് ജർമേനിയത്തിനേക്കാളും യൂസ് ചെയ്യാനുള്ള കാരണമുണ്ട്. അതെന്താണെന്ന് നോക്കാം. അറ്റ് റൂം ടെമ്പറേച്ചർ സിലിക്കൺ ക്രിസ്റ്റൽ ഹാസ് ഫ്യൂവർ ഫ്രീ ഇലക്ട്രോൺസ് ദാൻ ജർമേനിയം ക്രിസ്റ്റൽ. അതായത് എന്താണ് അവിടെ? അതിൻ്റെ ലോ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സേ ഉള്ളൂ അറ്റ് റൂം ടെമ്പറേച്ചറിൽ. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് സിലിക്കൺ വിൽ ഹാവ് എ മച്ച് സ്മാളർ കളക്ടർ കട്ട് ഓഫ് കറണ്ട് ദാൻ ജർമേനിയം. അതായത് കട്ട് ഓഫ് കറണ്ട് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ലോ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് മാത്രമേ എന്തിനുണ്ടാവുള്ളൂ? സിലിക്കൺ ഡിവൈസസിന് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് കേസ് വരുന്നത് ഹൈ ടെമ്പറേച്ചറിൻ്റെ സമയത്ത് സ്ട്രക്ചർ ഓഫ് ജർമേനിയം ക്രിസ്റ്റൽസ് വിൽ ബി ഡിസ്ട്രോയിഡ്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ സ്ട്രക്ചർ ഓഫ് ജർമേനിയം ക്രിസ്റ്റൽസ് ഡിസ്ട്രോയ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈസിലി ഡാമേജ് ആവാനുള്ളത്, എക്സസ് ഹീറ്റിൽ സിലിക്കൺ ക്രിസ്റ്റൽസ് ഈസിലി ഡാമേജ് ആവത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്? സിലിക്കൺ ഡിവൈസസ്. മാത്രമല്ല സിലിക്കണിൻ്റെ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെമികണ്ടക്ടർ ഡിവൈസ് സിലിക്കൺ ബേസ്ഡ് സെമികണ്ടക്ടർ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ പീക്ക് ഇൻവേഴ്സ് റേറ്റിംഗ്സ് ഓഫ് ദ സിലിക്കൺ ഡയോഡ്സ് ആർ ഗ്രേറ്റർ ദാൻ ദ ജർമേനിയം ഡയോഡ്സ്. അടുത്തൊരു പോയിന്റും കൂടെ ഉണ്ട്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ്സ് ഓഫ് സിലിക്കൺ ഡയോഡ്സ്. അതുകൊണ്ടും സിലിക്കൺ ഡയോഡ്സ് ആണ് നമ്മൾ ജർമേനിയത്തിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഓപ്ഷൻ എന്താണ്? ലോ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആണ്. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സോ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ അതും പിന്നെ ഹൈ ടെമ്പറേച്ചറുള്ള കേസും ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീക്കേജ് കറണ്ട് ഇൻ എ ജംഗ്ഷൻ ഈസ് 1 നാനോ ആംപിയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഈസ്. സോ ലീക്കേജ് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ IT2 = IT1 ×
2 raised to T2 minus T1 by 10. So ഇവിടെ IT2 എന്ന് പറയുന്ന സെക്കൻഡ് ടെമ്പറേച്ചർ, അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്ര കറണ്ട് പാസ് ചെയ്യും എന്നുള്ളതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള കറണ്ട് 1 നാനോ ആംബിയർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ T2 T1 നമുക്കറിയാം. സോ ഇക്വേഷൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 256 നാനോ ആംബിയർ, അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും ലീക്കേജ് കറണ്ട് അറ്റ് ജംഗ്ഷൻ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. സോ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. IT2 ഈസ് ഈക്വൽ ടു IT1 into 2 raised to T2 minus T1 by 10. It's an important equation. So next question. Drift current in a semiconductor is due to applied voltage, change in carrier concentration, change in temperature, material property. So എന്താണ് drift current എന്ന്? Drift current in contrast is due to the motion of charge carriers due to the force exerted on them by an electric field. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? മോഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കൊണ്ട് ചാർജ് കാരിയേഴ്സിന് മോഷൻ ഉണ്ടാവും. സോ ഈ ഒരു പ്രോസസ്സ്, ആ ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യും. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുക. സോ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. അതായത് അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്താണ് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡോണർ ടൈപ്പ് മെറ്റീരിയൽ ഈസ് ബോറോൺ, ആൻറ്റിമണി, ഗാലിയം, ഇൻഡിയം. ഇതൊരു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോണർ ടൈപ്പും അക്സെപ്റ്റർ ടൈപ്പും ഇമ്പ്യൂരിറ്റീസ് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി ഓപ്ഷൻസ് മാറ്റി ചോദിച്ചിട്ടുണ്ട്. സോ അക്സെപ്റ്റഡ് ടൈപ്പ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ ഗാലിയം, ഇൻഡിയം, അലൂമിനിയം, ബോറോൺ ആണ്. അതുപോലെ തന്നെ ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ ആഴ്സനിക്, ഫോസ്ഫറസ്, ആൻറ്റിമണിയാണ്. സോ ഈ രണ്ട് അക്സെപ്റ്റഡ് ടൈപ്പും ഡോണർ ടൈപ്പും ഇമ്പ്യൂരിറ്റീസ് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലാതെ എന്തായാലും അത് മനസ്സിലാക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അക്സെപ്റ്റഡ് ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ഗാലിയം, ഇൻഡിയം, അലൂമിനിയം, ബോറോൺ ആണ്. അതുപോലെ തന്നെ ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ആഴ്സനിക്, phosphorus and antimony. So next question and last one. Metal semiconductor diode has high cut-in voltage, high leakage current, low cut-in voltage, high forward resistance. So metal semiconductor devicesന്റെ മറ്റൊരു പേരാണ് ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് സെമി കണ്ടക്ടറും ഒരു മെറ്റൽ ജംഗ്ഷൻ കൊണ്ട് ഫോം ചെയ്യുന്ന ഒരു ഡയോഡാണ് ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത്. So semiconductor diode formed by the junction of a semiconductor with a metal. So it has a low forward voltage drop and very fast switching action. അതായത് നമ്മുടെ സിലിക്കൺ ഡയോഡിനെയും അതുപോലെ തന്നെ ജർമ്മേനിയം ഡയോഡിനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലോ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ എൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും? ലോ കട്ട് ഇൻ വോൾട്ടേജ് ആയിരിക്കും മെറ്റൽ സെമി കണ്ടക്ടർ ഡിവൈസിനുള്ളത്. സോ ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. സോ മെറ്റൽ ഷോർട്ട് കീ ഡയോഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ലോ കട്ട് ഇൻ വോൾട്ടേജ് ആണ്. അതായത് സിലിക്കണിനെയും ജർമ്മേനിയത്തിനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഷോർട്ട് കീ ഡയോഡ്സിന് കട്ട് ഇൻ വോൾട്ടേജ് കുറവാണ്. അതുപോലെ കട്ട് ഇൻ വോൾട്ടേജ് സിലിക്കൺ 0.7 ആണ്, മറ്റത് 0.4 ആ റേഞ്ചിലേ വരത്തുള്ളൂ കേട്ടോ. സോ ഇതോടുകൂടി 10 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 90 ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.